ശാസ്ത്രത്തിന്റെ ഓരോ വളർച്ചയെ ഇത് നമ്മളെ DIY വോൾട്ടേജ് അഡ്ജസ്റ്ററിന്റെ ഡ്രിൽ ഡയഗ്രം കേട്ടോ. ഇത്തരത്തിലുള്ള കൃത്യമായ അളവുണ്ടെങ്കിൽ നമുക്ക് ഹോൾ ചെയ്യാനായിട്ട് ഈസിയാണ്. ഈ ഒരു മെറ്റൽ ഷീറ്റിന്റെ മേലെ കൂടെ നമ്മളിത് വെക്കുന്നു, എന്നിട്ട് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തതിന് ശേഷം ഒട്ടിക്കുന്നു, എന്നിട്ട് മാർക്ക് ചെയ്യുന്നു. ഇത്രയ്ക്ക് കൺജസ്റ്റഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മാർക്കിങ് വേണ്ടി വന്നത്. സോറി, മാറ്ററിൽ നിന്ന് പോയി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മുമ്പൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഞാനിത് ഇല്ലുസ്ട്രേറ്ററിൽ വരച്ചുണ്ടാക്കും, എന്നിട്ട് ഇതേപോലെ തന്നെ അളവ് കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓരോന്നിന്റെ അളവ് എടുക്കണം. ഈ ബനാന സോക്കറ്റ് ആണെങ്കിൽ അത് വെർനിയർ കാലിപ്പറോ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അളവ് എടുക്കണം. ഇതിന്റെ ആണെങ്കിൽ ഇതിന്റെ റെക്ടാങ്കിളിന്റെ അളവ് എടുക്കണം. ChatGPT, ജെമിനി, മെറ്റ ഇവര് മൂന്നേരോടും ചോദിച്ചു. അതായത് ഇതിന്റെ അളവുകൾ ഇല്ല, യൂണിവേഴ്സൽ ആയിരിക്കുമല്ലോ ഇതൊക്കെ. ഇതിന്റെ കറക്റ്റ് സൈസ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇത് അലൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. ഇതൊക്കെയാണുള്ളത്. സ്വിച്ച്, LED, പിന്നെ നമ്മുടെ ഈ വോളിയം കൺട്രോളിന്റെ സെറ്റപ്പ് അതൊക്കെ ഉണ്ട്. സോറി, വോളിയം കൺട്രോൾ അല്ല, പൊട്ടൻഷ്യൽ മീറ്ററിന്റെ. അതൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് ChatGPT, ജെമിനിയിലും എനിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല അളവ് കാര്യങ്ങളും. പക്ഷേ മെറ്റയാണ് എന്നെ ഞെട്ടിച്ചത്. അതിൽ കറക്റ്റ് ആയിട്ട് അവർ തന്നെ നെറ്റി നോക്കിയിട്ട് ഇതിന്റെ അളവുകളൊക്കെ എടുത്തു. ഞാനിത് സിഗരറ്റ് ലൈറ്റിന്റെ സംഭവമുള്ള അതിന്റെ അളവല്ല പറഞ്ഞത്, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് PDF തന്നു. ഈ ബനാന സോക്കറ്റ് ഒക്കെ ഇങ്ങോട്ട് മാറിയിരിക്കുകയായിരുന്നു. അലൈൻമെന്റ് കുറച്ച് ബുദ്ധിമുട്ടും, നമുക്ക് പ്രാക്ടിക്കലി ഇത് കുറച്ച് ഇതല്ല. പക്ഷെ അളവൊക്കെ കറക്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ ടൈപ്പ് ചെയ്ത് വിടേണ്ട നിമിഷ നേരം കൊണ്ട് തന്നെ സംഭവം നമുക്ക് കിട്ടി. നമ്മളല്ലെങ്കിൽ കോറലിലോ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിലൊക്കെ വരച്ചുണ്ടാക്കി ഓരോന്നിന്റെ അളവ് എടുത്ത് അത്രയും സമയം പോകും. ഇതാവുമ്പോൾ എളുപ്പം ആയിട്ട് കഴിഞ്ഞു. ഈ മെറ്റയും ഈ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളിത് ചെയ്യൂട്ടോ. മുമ്പും ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തത്, അത് വേറെ കാര്യം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.